ദേവദാസന്മാരെ, പ്രത്യേകിച്ച് ദുഃഖത്തിൽ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, റിസർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ദൈവമായ മഹത്വപ്പെടുത്തിട്ട് മാത്രമേ നമുക്കിപ്പോൾ പറയാനൊക്കെ ഉള്ളൂ. എങ്കിലും ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്ക് നിത്യതയിലേക്ക് പോവുകയും നാം ഇന്ന് ഈ കേൾക്കുന്നവരും കാണുന്നവരെല്ലാം ഒരുമിച്ച് നിത്യതയിൽ ചെന്ന് ചേരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് പിതാവ് നമ്മളോട് എന്നേക്കുമായി പോവുകയില്ല, നഷ്ടപ്പെടുകയില്ല, എന്നാലും നാം പോയി കാണും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അദ്ദേഹത്തെ യാത്ര അയക്കാം. ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാരവാഹികളുടെയും വിരക്ഷിക്കുകയും പരിശോധനകളുടെ വൃത്തി നമുക്ക് പ്രാർത്ഥനയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യും. അവർ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവാം ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുകയാണ് ഈ ദിവസത്തിനായി. ജീവനുള്ള ദേഹികളായി ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ ഈ അപ്പച്ചൻ്റെ വേർപാട് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും സകല ബുദ്ധിയെയും കവിതായുള്ള സമാധാനം കൊടുക്കുവാനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ ജീവിതത്തിനെ പറ്റി, പ്രത്യേകിച്ച് 70-80 വർഷത്തിന് ജീവിതത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസവുമാണ്. അങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോൾ തിരിച്ചു വരേണ്ടതാണെന്നുള്ള ബോധം ഇതുപോലുള്ള അവസരത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നവർക്ക് നന്ദി പറയുക. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്നവരെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾ കാണും എന്നുള്ള ആശയോടുകൂടി യാത്രയ്ക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കൂടിയിരിക്കുന്നു. അവരെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കാൻ അവരുടെ കണ്ണീരുകളെ അങ്ങ് ഒപ്പണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ പത്രദാസന്മാർ മുഖാന്തരം അവരെ അനുഗ്രഹിക്കുകയും അതിൽ കൂടിയിരിക്കുന്നവർക്ക് അനുഗ്രഹവും ആശയും പ്രത്യാശയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ യാചനയ്ക്കൊണ്ടിരിക്കാൻ സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞവരായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൊറുകളെ കേൾക്കണം. നല്ല പിതാവേ, ഞങ്ങളുടെ ദൈവമാകുന്നു. അവിടുത്തെ പാതവൃത്തങ്ങൾ ഞങ്ങൾക്ക് ചത്തോളം അയൽപ്പാൻ ദൈവം സഹായിക്കുന്നു. ദൈവം ഒഴിവാക്കി ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിന് പ്രസാദമായി തത്തോളം ജീവിപ്പാൻ ദൈവം സഹായിച്ചു. ആ നിത്യയുടെ സൗഭാഗ്യത്തിലേക്ക് വിളിച്ചേർത്തതിനായി ഞങ്ങളൊക്കെയും നിന്നാളെയുമായി അല്പസമയങ്ങൾക്കുള്ളിൽ ഞങ്ങളൊക്കെയും ഈ വണ്ണം വഴിയായി ഞങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവരാകും. മനുഷ്യൻ നെല്ലായി പരിശ്രമിക്കുന്നു. ഇതൊക്കെ മനുഷ്യന്റെ കൈവേല. ഇതാരനുഭവിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല. എങ്കിലും സ്വർഗത്തെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത നഷ്ടപ്പെടാതെ ആ സന്തോഷത്തിന്റെ പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഒന്നടങ്ങുന്ന കർത്താവന്വേഷിക്കണമേ. കടന്നു വരേണ്ടവരൊക്കെയും കടന്നു വന്ന് ഈ യാത്ര മംഗളമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 77 എന്ന് പറയുന്നത് എന്നതോട് അടുത്തായ സമയം വരെ നിന്റെ മകനെ അവിടുത്തെ കരങ്ങൾ വഹിച്ചല്ലോ. കുഞ്ഞുങ്ങളെ
ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ച് അവർക്ക് ആശ്വാസം പകരണമേ. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം മംഗളമാക്കി തീർക്കണം. അനേകർക്ക് ഇതൊരു മാതൃകയായി ഇത് അനുഗ്രഹത്തിന്റെ ദിവസമാക്കി തീർത്ത് പോരാട്ട മുതലാളി നല്ല ഓട്ടം ഓടുവാൻ ആ പൗലോസിനെ പോലെ നല്ല പോരാട്ടം പോരാടി നല്ല ഓട്ടം ഓടി നല്ല ഇത് പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. മൗത്തമോട് എടുക്കണം, വരവിനായി ഒരുക്കണം. എല്ലാം യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവരും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും തിരുനീകും അർപ്പിക്കും. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരിച്ചവരെ അനുകൂലമാക്കുന്നവരും കവരണപ്പെട്ടവരെ തിരഞ്ഞെടുപ്പിക്കുന്നവരുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ആർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ എന്നിവരോടുകൂടെയും നിന്റെ ദൈവത്തിൽ പ്രവർത്തിച്ച നിന്നെ കുറിച്ച് പ്രവൃത്തിയായ ശീലത്തിൽ പ്രാപിച്ച സകല വിശ്വാസികളോടുകൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഇവരെ വസിപ്പിക്കണമേ. പരിഹാരവും പാപങ്ങളും മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കട്ടെ.
കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയി ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ആത്മാവിനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഈ ആത്മാവ് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ വിശുദ്ധന്മാരോട് കൂടി വസിക്കുകയും ചെയ്യുമാറാകണമേ. മോറിൻ പാലോകാലവൽമേൻ. എന്റെ രക്ഷകനായ രാപകൻ ഞാൻ കേടു തിരുമുമ്പിൽ പ്രാർത്ഥന നിൻ സവിധേ. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ ബാരക്കുമോ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. സ്തോമൻ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുശ്വരകീർത്തിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. നിങ്ങളുടെ മിശിക തമ്പുരാനെ നീ ഉണ്ടായിരുന്നവരും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നവനും പിതാവിന്റെ മഹത്വത്തിന്റെ വിശുദ്ധ മാലാഖമാരോട് കൂടി വരുവാനിരിക്കുന്നവനുമാകുന്നു. നിന്റെ മുമ്പിൽ 10,000 അസംഖ്യാണികളും ഗണങ്ങളും ഭയത്തോടും സംഭ്രമത്തോടും കൂടി നിലകൊള്ളുന്നു. ഉഗ്രന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള സേനാവ്യൂഹങ്ങളും സ്വർഗീയ മണ്ഡലങ്ങളിൽ നിന്നെ പ്രഘോഷിക്കുന്നു. നീ ഉഗ്രമായി ഗർജിക്കും